11:30 ആ ടൈമിലാണ് ബോഡി കൊണ്ട് വന്നത്. അപ്പോൾ ബോഡി കൊണ്ട് നമ്മൾ ഫസ്റ്റ് എന്താ പറയുക, നമ്മൾ ജീവിച്ചിരിക്കുന്ന അതുപോലെ ഇതും നമ്മൾ ഫസ്റ്റ് വന്ന് നോക്കി എന്താ പറയുക, അതിന് ശേഷമാണ് ഫ്രീസറിൽ വെക്കലും എല്ലാം ചെയ്യുക. അപ്പോൾ ഇത് വന്ന് നമ്മൾ ആംബുലൻസ് തുറന്നു, ബാക്കി ഫോർമാറ്റ് ബുക്ക് അതിൻ്റെ കാര്യത്തിൽ ലെഡ്ജറുണ്ട് എല്ലാം എഴുതി അവരെ മൊത്തം ഫോർമാറ്റ് വാങ്ങിയിട്ട് ഫ്രീസറിലേക്ക് മാറ്റും. ആ സമയത്ത് ആംബുലൻസ് തുറന്ന സമയത്ത് എന്തോ ഒരു കൈ ഇതുപോലെ അനങ്ങുന്ന പോലെ ഒരു സംശയം തോന്നി. അപ്പോൾ എൻ്റെ കൂടെ ഇലക്ട്രീഷ്യൻ, മോർച്ചറി ഓപ്പൺ ആക്കുന്ന ഇലക്ട്രീഷ്യൻ അനുകോട്ടനാണ്. അപ്പോൾ ഓരോട് ഞാൻ അനുകോട്ട അങ്ങനെ ചെറിയൊരു അനക്കം പോലെ ഇവിടെ അനക്കം തോന്നിയെന്ന് പറഞ്ഞു. നമ്മളെപ്പോഴും എന്താ പറയുക, ഏട്ട ചെറിയ സംശയമുണ്ട് എന്ന് നമ്മൾ തൊട്ട് വെക്കുമ്പോൾ ഒരു ചെറിയൊരു പൾസ് പോലെ നമ്മൾ ഏട്ടാ ഇത് ആള് ഡെത്തായിട്ടില്ലാന്ന് തോന്നുന്നു, കാഷ്വാലിറ്റി ഉണ്ട്. അവർ പറഞ്ഞു ഡെത്തായതാണ്, നേരത്തെ ഡെത്തായതാണ്. നമ്മൾ നേരെ കൂടെ വന്ന് ആംബുലൻസിൽ ഒരാളുണ്ടായിരുന്നു, ഒരു 2 വൈഫും പിന്നെ വൈഫിൻ്റെ അനിയത്തിയും പിന്നെ ഒരാണുങ്ങളുണ്ട്. അവരാരാന്ന് അറിയില്ല. നമ്മളെപ്പോഴും പറഞ്ഞു എങ്ങനെയാലും കാഷ്വാലിറ്റി കയറണം എന്ന് പറഞ്ഞു. കാഷ്വാലിറ്റി കൊണ്ടുപോയി നമ്മൾ ഡോക്ടർ അക്ഷയ് സാറാണ് അന്നേരം ആദ്യമുള്ളത്. സാറോട് പറഞ്ഞു. സാറ് നോക്കുമ്പം ഒറ്റൂൻ്റെ അളവ് നോക്കുമ്പോൾ 100 തന്നെ ഉണ്ട്. ഡോക്ടർ പറഞ്ഞു ആള് ഡെത്തായിട്ടില്ലാന്ന് പറഞ്ഞു. അപ്പോൾ എമർജൻസി റീത്ത മേഡവും പിന്നെ ഷാന മേഡവും ഉണ്ടായിരുന്നു. അവർ വന്നു നോക്കി, ആള് ഒന്നും സംഭവിച്ചില്ല. തൊട്ടു വിളിച്ചപ്പോൾ ആളെ പേര് പറഞ്ഞു. എന്നാ പറ്റി വെച്ചു ഒന്ന് പറയാം ആ ഒരു ശബ്ദത്തിൽ എന്ന് പറയുന്നത്. പിന്നെ അപ്പം എമർജൻസി എപ്പോഴും മെഡിക്കൽ കാർഡിയോളജി ഡോക്ടറെല്ലാം വിളിച്ചു. നേരെ എന്താ പറയുക, വെന്റിലേറ്റർ അല്ല സിപാപ്പിൻ്റെ വെച്ചിട്ട് നേരെ ഗ്യാസ്ട്രോ ഐസിയിലേക്ക് മാറ്റി. ഈ മരിച്ചു എന്നിവിടെ മോർച്ചറിക്ക് മുമ്പിൽ എത്തിച്ചപ്പോഴും മരിച്ചു എന്ന് വീണ്ടും ആവർത്തിച്ച് പറഞ്ഞത് ആരാണ്? അവരെ കൂടെയുള്ള വൈഫും വൈഫ് കരഞ്ഞുകൊണ്ട് ആ ടൈമിലുള്ളത്. പിന്നെ പെങ്ങളും അവർ പറഞ്ഞത് നമ്മൾ നേരത്തെ മരിച്ച് എന്നുള്ളത് ക്ലിയർ ചെയ്തിട്ടാണ് നാട്ടിലായിട്ട് മൊത്തം അറിഞ്ഞു, എല്ലാവരും വിളിച്ചു പറഞ്ഞു എന്ന് പറഞ്ഞത്. ബാക്കി എന്താ പറയുക, പേപ്പർ നമ്മളത് വെക്കുമ്പോൾ വാങ്ങിക്കും, ഫ്രീസറിലേക്ക് കയറ്റി വെക്കുമ്പോൾ വാങ്ങിക്കും. അത് എന്താ പറയുക, ഇത് ഓപ്പൺ ചെയ്ത് നമ്മൾ എന്താ പറയുക, ഇന്നലെ കുന്നത്തൂർ ഒരു ആക്സിഡന്റ് ആയിരുന്നു ബസ്. അപ്പം അതിൻ്റെ 10-35-40 ഉണ്ട്. നമ്മളാദ്യം അവരെ പോയി കണ്ടിട്ട് എന്താ പറയുക, നമ്മൾ വെയിറ്റ് ചെയ്യും. നമ്മൾ എന്താ പറയുക, ഒരു എമർജൻസിയിലുള്ളത് നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഫസ്റ്റ് മരണത്തോട് നമ്മൾ കാണിക്കേണ്ടതല്ലേ. അപ്പോൾ അവിടെ പോയി പറഞ്ഞിട്ട് എന്താ പറയുക, ഒന്ന് ഓപ്പൺ ചെയ്തിയാണ്. അകത്തേക്ക് കൊണ്ടുപോയിട്ടില്ല. ആംബുലൻസ് തന്നെയായിരുന്നു, കയറ്റാൻ വേണ്ടി ഫ്രീസറിൽ കയറ്റിയില്ല. കയറ്റാൻ മുന്നേ നമ്മൾ ഓപ്പൺ ചെയ്ത് പരിശോധിച്ചു. എങ്ങനെയാണ് ചെക്ക് ചെയ്തിട്ട് എല്ലാം തയ്യാറാക്കി വെച്ചു. ഇല്ല, ചെയ്യുന്നതിന് മുന്നെയാണ് നമ്മൾ നോക്കിയിട്ടാണ് കയറ്റുക. അങ്ങനെ ആംബുലൻസിന് ഇറക്കിയിട്ട് എന്താ പറയുക, നമ്മള് ഏട്ടാ നമുക്ക് ഇറക്കാൻ നോക്കാം എന്നിട്ട് ഓപ്പൺ ചെയ്ത് അന്നേരമാണ് എന്താ പറയുക, കയ്യില്ലേ ആംബുലൻസ് നേരെ മോർച്ചറി ബാക്കിലേക്ക് കാഷ്വാലിറ്റിയോ ഇതായിട്ട് ഒന്നും ബന്ധമില്ല. ബോഡി ഫ്രീസറിൽ വെക്കാനായിട്ട് വന്നതാണ്. ഉറപ്പിച്ച് കൊണ്ടുവന്നതാണ്. അത് ഭാര്യയൊക്കെ പറയുന്നത് മരിച്ചിരുന്നില്ല എന്ന് അവർക്ക് അറിയാമായിരുന്നു, വേറെ ആർക്കെങ്കിലും മിസ്അണ്ടർസ്റ്റാൻഡ് ആയതാവാന്നാണ്. അല്ല, അതൊരിക്കലും എന്താ പറയാ, അവര് മരിച്ചു എന്ന് പറഞ്ഞാൽ അത്രയും ക്ലിയർ ആയിട്ട് പറഞ്ഞാണ്. കൂടെയുള്ള സ്ത്രീകളും മരിച്ചു, ഇപ്പോഴുള്ളവര് എന്താ പറയാ മരിച്ചു എന്നുള്ള അതേ ഉറപ്പിൽ കൊണ്ടുവന്നത്. വേറെ പിന്നെ നമ്മൾക്ക് പിന്നെ ഫ്രീസറിൽ വെക്കണ്ടേ, അല്ലെങ്കിൽ എമർജൻസി വരുന്ന നേരെ കാഷ്വാലിറ്റി കയറ്റുക. ഒരിക്കലും എന്താ പറയാ, ഒരു സുഖമില്ലാത്ത മോർച്ചറിലേക്ക് വരില്ല. ഫ്രീസർ ബുക്ക് ചെയ്ത ബന്ധുക്കൾ ബന്ധുക്കൾ തന്നെ വിളിച്ചു പറഞ്ഞു. അതിനു മുമ്പ് എന്താണ് ആരെങ്കിലും സാക്ഷ്യപ്പെടുത്തേണ്ടതുണ്ട്? ഇത് മരണം ഡോക്ടർ അല്ലാതെ ജനപ്രതിനിധികളോ അങ്ങനെ എന്തെങ്കിലും പ്രൊസീജിയർ എന്താണെന്ന് അറിയാം? ഇല്ല, അതിനൊന്നും ഇതായില്ല. അങ്ങനെ ഫ്രീസറിൽ വെക്കണ്ടിക്കല് അതെന്ന് പറയാ, ഇത് ചെയ്ത് നമ്മളെ ഉപ്പുണ്ടെങ്കില് ഇതെല്ലാം നമ്മളിടുന്ന പേപ്പർ എന്ന് പറയാ, അത് അവിടെ കൊണ്ടുവന്ന് കാണിച്ച പേപ്പർ മൊത്തം ഉണ്ടായിരുന്നു. അത് ചികിത്സ മൊത്തം കാണിച്ച പേപ്പർ ഉണ്ടായിരുന്നു. അല്ല, അത് വാങ്ങിയില്ല. വാങ്ങിയിട്ട് വേണം എന്താ പറയാ ബാക്കി വെക്കാൻ വേണ്ടിയിട്ട്, ഫ്രീസറിലേക്ക് കയറ്റാൻ വേണ്ടിയിട്ട്. അത് വാങ്ങി അവരെ പേര്, അഡ്രസ്, ഒപ്പ് എല്ലാം വാങ്ങിയിട്ട് വേണം ഇതിൻ്റെ അത് കയറ്റാൻ വേണ്ടി.